പിതാവിനോടൊപ്പം സ്വന്തം ഭവനത്തിൽ പാർത്തിരുന്ന ഇളയ മകൻ ഭവനത്തിനു പുറത്തുള്ള ലോകത്തിൽ സ്വതന്ത്രനായി ജീവിക്കാൻ ആഗ്രഹിച്ചതോടെയാണ് താളപ്പിഴകൾക്ക് തുടക്കമാവുന്നത്. ഇറങ്ങിപ്പോക്കൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. ശരീരം കൊണ്ടിറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവൻ മനസ്സുകൊണ്ട് പണ്ടേ ഇറങ്ങിപ്പോയതാണ്. ഭവനത്തിൽ നിന്നുള്ള വിടവാങ്ങലിലൂടെ മകന് ആദ്യം നഷ്ടപ്പെടുന്നത് അപ്പനുമായുള്ള ബന്ധമാണ്. പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ മകൻ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ്. അതിനുവേണ്ടി അവൻ കണ്ടെത്തിയ വഴികൾ വളരെ ഹീനകരമായ വഴികളായിരുന്നു. വസ്തുവിൽ എനിക്ക് തരുവാനുള്ള അവകാശം തരണമെന്ന് മകൻ പിതാവിനോട് ആവശ്യപ്പെടുകയാണ്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പിതാവിൻ്റെ അവകാശം മക്കൾക്ക് ലഭിക്കുന്നത് പിതാവിൻ്റെ മരണശേഷമാണ്. അപ്പൻ ജീവിച്ചിരിക്കെ അപ്പനോട് മകൻ അവകാശം ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇന്നു മുതൽ ഞാൻ അപ്പനെ മരിച്ചവനായി കാണുന്നു എന്നാണ്. എനിക്കിങ്ങനെ ഒരു അപ്പനില്ല എന്നാണ് ആ ചോദ്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഭവനം വിട്ടിറങ്ങുവാൻ തീരുമാനമെടുത്ത ആ യുവാവ് ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. എന്താണ് ആ നഗ്നസത്യം? മരിച്ചത് പിതാവല്ല, മരിച്ചത് ഞാനാണ്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് എന്നിറങ്ങുവാൻ തീരുമാനിച്ചോ അപ്പോൾ തന്നെ അവൻ മരിച്ചവനായി. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ പിന്നീടെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ദൈവഹിതത്തിനു വിരുദ്ധവും സ്വന്തം നാശത്തിന് കാരണവുമായിരിക്കും. പിതാവിൻ്റെ അവകാശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അതെല്ലാം വിറ്റ് പണം സ്വരൂപിച്ച് നാടും വീടും വിടുകയാണ്. സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അവൻ പുറത്തിറങ്ങുമ്പോൾ എല്ലാം നേടിയ ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. എന്നാൽ ആ യാത്ര പരാജയത്തിലേക്കും തകർച്ചയിലേക്കുമുള്ള ആദ്യ ചുവടായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ദൈവ സാന്നിധ്യത്തിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നുമുള്ള രഹസ്യമായ ഒളിച്ചോട്ടമായിരുന്നു ആ പലായനം. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുകയും പാടുകയുമൊക്കെ ചെയ്യുന്ന നമ്മൾ എത്രത്തോളം ആഴത്തിൽ അവിടത്തെ സ്നേഹിക്കുന്നുണ്ട്? എല്ലാവരും ഇടറിയാലും ഞാൻ നിങ്ങൾ ഇടറുകയില്ലെന്ന് വീരവാദം മുഴക്കിയ ശിമോൻ പത്രോസ് അധികം വൈകാതെ തന്നെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തനിക്ക് യേശുവിനേക്കാൾ പ്രിയപ്പെട്ടത് തൻ്റെ ജീവൻ തന്നെയാണ്. 3 പ്രാവശ്യം നാഥനെ തള്ളിപ്പറഞ്ഞ ശിമോനോട് ഗുരുവും കർത്താവുമായ പ്രാണപ്രിയൻ 3 പ്രാവശ്യം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാം പ്രാവശ്യം അസ്ത്രം പോലെ ആ ചോദ്യം തൻ്റെ ഹൃദയത്തെ കീറിയപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, നീ സകലവും അറിയുന്നു. കേട്ടോ പ്രിയരെ, അവിടുന്ന് സകലവും അറിയുന്നവനാണ്. ഇരുട്ടുപോലും അവിടത്തേക്കും മറവല്ല കേട്ടോ. സ്വാധീനം ഉപയോഗിച്ചും പണത്തിൻ്റെ പെരുപ്പത്തിലും വാക്ചാതുര്യത്തിലും മനുഷ്യൻ പറഞ്ഞുവിടുന്നതും പ്രവർത്തിക്കുന്നതുമായ സകലവും അവിടുന്ന് അറിയുന്നുണ്ട്. സാഹചര്യമെല്ലാം അനുകൂലമായിട്ടും ചിലർ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ആർജവത്തോടെ നിവരെ നിൽക്കുന്നതും എല്ലാം അവിടുന്ന് അറിയുന്നു. പീലാത്തോസിൻ്റെ കൽത്തളത്തിൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞും പ്രാണവേദനയിൽ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞതുമെല്ലാം നീ അറിയുന്നുവല്ലോ നാഥ എന്നാണ് ശിമോൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിങ്കൽ നിന്ന് അകലുമ്പോൾ ഉണ്ടാകുന്ന ആ നൊമ്പരമുണ്ടല്ലോ, ആ വേദനയുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പാണ്
അവിടുന്ന് നിങ്ങളുടെ അരികിലുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത് തന്നെ ഉണ്ട്.